പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം, കൊല്ലം ജില്ലയൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്നുള്ള വിവരം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലയൊഴികെ ബാക്കി 12 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വരുന്നു. അടുത്ത 3 മണിക്കൂറിലെ പുതിയ മുന്നറിയിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കൂ. അടുത്ത 3 മണിക്കൂറിലേക്ക്, അതായത് ഇനി 11 മണി വരെയുള്ള മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ. പ്രത്യേകം ശ്രദ്ധിക്കൂ. ഒരിക്കൽ കൂടി ജില്ലകൾ: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 8 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാരണവശാലും റിസ്ക്കുള്ള യാത്രകൾ നിങ്ങൾ നടത്തരുത്. നിങ്ങൾ പുറത്തിറങ്ങരുത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വീടിൻ്റെ 1-ാം നിലയിലോ അല്ലെങ്കിൽ ഇനി വെള്ളം കയറില്ല എന്ന് കരുതി സുരക്ഷിത സ്ഥാനത്തോ ആണെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും ഉയരമുള്ള സ്ഥലത്തേക്കോ ഷെൽട്ടർ ഹോമുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ നിങ്ങൾ മാറുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾ അല്പം ആശങ്കാജനകമായി തന്നെ തുടരുന്നു. മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉടൻ തുറക്കും. പമ്പ ഡാമിലും പമ്പയാറ്റിലും കക്കയാറിൻ്റെ തീരത്തുമുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇടുക്കിയിലേക്ക് കൂടി ഒന്ന് പോകാം. ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിലും ശക്തമായ മഴയായിരുന്നു. അതിപ്പോഴും തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ആരും ഹൈറേഞ്ചിലേക്ക് വിനോദസഞ്ചാരികൾ ഇപ്പോൾ വരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പല കാഴ്ചകളും, വീടിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. നേര്യമംഗലം വനമേഖലകളിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. ശക്തമായ മഴയിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഒറ്റ രാത്രി കൊണ്ട് 3 അടി ഉയർന്നു. ഭയക്കേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അത് തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ അത്ര ജലനിരപ്പ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ ഇടുക്കി തങ്കമണി പാറക്കടവിൽ വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലും ഭിത്തിക്കൊപ്പം വരെ വെള്ളം എത്തിയ സാഹചര്യമാണ്. ഇന്നലെ രാത്രി വെള്ളം കയറിയ തങ്കമണി പാറക്കടവിൽ നിന്നും രാഹുൽ സുരേഷ് തത്സമയം നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ, ഇടുക്കി ഡാം തുറക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരോട് വ്യക്തമായി തന്നെ പറയാം. ചിലരൊക്കെ ആശങ്കയിലാണ്. മുല്ലപ്പെരിയാറോ ഒന്നും ഇപ്പോൾ തുറക്കില്ല, പെരിയാർ ഡാമോ ഒന്നും തുറക്കില്ല. അവിടെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയില്ല. പക്ഷേ തങ്കമണി അടക്കം ഇടുക്കിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി പെയ്തു തുടങ്ങിയ മഴ ഇന്നും തോർന്നിട്ടില്ലേ രാഹുൽ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ചെറിയ ഡാമുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതായത് മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഉൾപ്പെടെയുള്ള ചെറു ഡാമുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പക്ഷേ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്കുള്ള ആശങ്ക പോലെ തന്നെ ഇടുക്കി ഡാമോ മുല്ലപ്പെരിയാറോ നിലവിൽ തുറക്കേണ്ട സാഹചര്യമില്ല. ഇടുക്കി ഡാമിലെ നിലവിലെ ജലനിരപ്പ് 2343 അടിയാണ്. മുല്ലപ്പെരിയാറിൽ 118 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി ഡാമിൽ 2372 അടി എത്തിയാൽ മാത്രം, അതായത് ഇനിയും ഒരു 35 അടി വെള്ളം ഉയർന്നാൽ മാത്രമാണ് അണക്കെട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ തുറക്കേണ്ട ഒരു കാര്യമുള്ളൂ. മുല്ലപ്പെരിയാറിലാണെങ്കിൽ ഇനിയും ഒരു 10-12 അടിയോളം വെള്ളം ഉയരണം എങ്കിൽ മാത്രമാണ് മുല്ലപ്പെരിയാറും തുറക്കേണ്ട സാഹചര്യമുള്ളൂ. പക്ഷേ ഇന്നലത്തെ രാത്രിയിലെ മാത്രം മഴയിൽ ഇടുക്കി ഡാമിൽ 3 അടി വെള്ളം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ മഴയിൽ 15 അടിയോളം വെള്ളമാണ് ഇടുക്കി ഡാമിൽ ഉയർന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 35 അടിയോളം വെള്ളം കുറവുണ്ട്. ഇന്നലെ രാത്രി ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആശങ്കയുടെ ഒരു രാത്രിയാണ് ഇടുക്കി ജില്ല അതിജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ മഴയുടെ നേർക്കാഴ്ചകൾ, അതിന്റെ ദുരിതഫലമാണ് ഈ കാണുന്ന വെള്ളക്കെട്ട്. തങ്കമണി ഭാഗത്താണ് നമ്മളുള്ളത്. തങ്കമണി പാറക്കടവ് ഭാഗത്താണ് ഉള്ളത്. ഈ പ്രദേശത്ത് ചെറിയൊരു കൈത്തോടുണ്ട്. ആ കൈത്തോട് കരകവിഞ്ഞൊഴുകിയതോടെ ഈ കാണുന്ന ഈ പ്രദേശത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്ന വീടിന്റെ ഈ ഭിത്തിയുടെ ഇത്രത്തോളം വെള്ളം ഉയർന്നിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആദ്യമായിട്ട് 2018 ശേഷം ആദ്യമായിട്ടാണ് ഈ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്യുന്നത്. വീട്ടുടമസ്ഥ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു ഏട്ടാ? ഒരു 7 മണിയോടുകൂടിയാണ് വെള്ളം ഭയങ്കരമായിട്ട് ഇരച്ചു കയറുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. വെള്ളം ഭയങ്കരമായിട്ട് കയറി. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം കൂടിയാണ്. കുട്ടികളെല്ലാം ഈ മുറ്റത്തൊക്കെ അരയപ്പം വെള്ളമായിരുന്നു. അവരെല്ലാം ചുവന്ന അക്കരയ്ക്ക് കയറ്റിയ പിള്ളേരെയൊക്കെ 2 ദിവസം തുടർച്ചയായിട്ട് വെള്ളം കയറി. തൊട്ടപ്പുറത്തൊക്കെ വീടുകളില്ലേ? ഉണ്ട്. സാധനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ നശിച്ചു. ഗ്യാസൂറ്റിയൊക്കെ തന്നെ അതെല്ലാം ഒഴുകിപ്പോയി. ഗ്യാസൂറ്റി പുറത്തുണ്ടായിരുന്ന ഗ്യാസൂറ്റിയൊക്കെ ഒഴുകിപ്പോയി അരുൺ. ഈ സോഫകൾ, ഫർണിച്ചറുകളൊക്കെ പരമാവധി ഈ ഡെസ്കിന്റെ മേളിൽ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഈ ഡെസ്കിന്റെ ഈ ഒപ്പമൊക്കെ ഇന്നലെ രാത്രി വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് ഈ വെള്ളം കയറാൻ കാരണമായിട്ടുള്ള ഒരു കൈത്തോട് പുറത്തുണ്ട്. അതും കൂടി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാൻ സാധിക്കും. വീടിന്റെ പുറത്ത് മുഴുവൻ ചെളിയാണ്. ഈ കാണുന്നതാണ് ഈ കൈത്തോട്.
ഈ കാണുന്ന പ്രദേശത്ത് ഒരു കൈത്തോടുണ്ട്. ആ കൈത്തോട് കരകവിഞ്ഞൊഴുകിയതോടെയാണ് ഈ മുറ്റത്ത് ഒരടിയോളം ഒരാൾ പൊക്കത്തിൽ വെള്ളം ഉയരാൻ കാരണം. കഴിഞ്ഞ കാലത്തൊന്നും ഈ 2018 ശേഷം ഇവിടെ വെള്ളം ഉയർന്നിട്ടില്ല. ഇപ്പോൾ വെള്ളം ഉയരാനുള്ള കാരണം ദാ കാണുന്ന, ഞാൻ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്ത് ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുണ്ട്. അത് കുടിവെള്ള പദ്ധതിയാണ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ട്. ആ ചെക്ക് ഡാം നിർമ്മിച്ചതാണ് ഇവിടെ വെള്ളം കയറാൻ കാരണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി നമ്മുടെ, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്താ പ്രസിഡന്റ്, ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തിയാണോ ഈ പ്രദേശത്തെ എല്ലാം വെള്ളത്തിലാഴ്ത്താൻ കാരണം? ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ 2018 ശേഷം, ഈ പ്രളയത്തിന് ശേഷം ഇവിടെയൊന്നും ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥിതി ഇല്ലായിരുന്നു. ഇവിടെ KM മാണി ഇറിഗേഷൻ പദ്ധതി എന്ന രീതിയിൽ ഒരു ഇറിഗേഷൻ, നെല്ലിപ്പാറ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചെക്ക് ഡാം പണിയുകയും 6 അടി മാത്രം വീതിയുള്ള തോടിന് ഇടയിൽ 3 അടി വീതിയിൽ ഒരു ഭീമം കൂടി പണിത് വെച്ചപ്പം അവിടെ വേസ്റ്റുകളെല്ലാം വന്ന് തങ്ങി, അങ്ങനെയാണ് ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിന് മുന്നോട്ട് ഒഴുകാൻ പറ്റാത്ത സാഹചര്യം, വെള്ളത്തിന് മുന്നോട്ട് ഒഴുകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ വീട് തന്നെ SC വിഭാഗത്തിന് ഭവനരഹിത പദ്ധതിയിൽ ലഭിച്ച ഒരു വീടാണ്. ഒട്ടേറെ അതായത് കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം. അത്ര കൂലിപ്പണി എടുത്ത തുകയും കൂടെ അല്ല പൈസയും കൂടെ മുടക്കിയും കടവും വിലക്കും മേടിച്ചിട്ടാണ് ഈ വീട് ഇത്രത്തോളം ആക്കിയത്. നിരന്തരം ഇവർക്ക് ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത 3 കുട്ടികളെയും അല്ലെ ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ കിടന്നുറങ്ങാൻ, അവർക്ക് കുടുംബാംഗങ്ങൾ കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസവും ആളെയൊക്കെ തോളിൽ കയറ്റിയ നാട്ടുകാരൊക്കെ വന്ന് ഇവിടുന്ന് കുട്ടികളെയൊക്കെ രക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തിക്കോളൂ രാഹുൽ. ഇപ്പോൾ ഇടുക്കിയിലും മഴ തുടരുകയാണ്.